സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നമ്മൾ നടത്തുന്ന ഈ പ്രതിഷേധ സമരം വൻ വിജയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സഖാക്കളെ, പ്രതിഷേധത്തിന്റെ പേരിൽ SFI കേരളമൊട്ടാകെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങൾ ഈ സമരത്തിൽ പങ്കെടുത്ത് വൻ വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇൻകുലാബ് സിന്ദാബാദ്! ഇൻകുലാബ് സിന്ദാബാദ്! ഇൻകുലാബ് സിന്ദാബാദ്! ഇൻകുലാബ് സിന്ദാബാദ്! ഇൻകുലാബ് സിന്ദാബാദ്! പ്രതിഷേധം പറ്റിക്കാതിരുന്നാ മതി. എത്രാമത്തെ പഴവണത്? ഈ പൈസക്ക് ആര് കൊടുക്കാനാണ്? മൈദയിൽ മുക്കിയെടുത്ത് എണ്ണയിൽ വേവുന്ന പഴംപൊരിയെ എടാ സുല്ലേ, ഇതിന്നൊരു 5 എടുത്ത് കുത്തിക്കേറ്റ്. നീ ഉച്ചക്കത്തെ ഊണ് കൊളാക്കരുത്. നന്ദി ചൊല്ലുന്നു ഞാൻ പ്രതാപേട്ട, നന്ദി ചൊല്ലുന്നു ഞാൻ പ്രതാപേട്ട. ഇപ്പൊ സന്തോഷമായല്ലോ. വരുന്നുണ്ട് ആ ജോസേട്ടൻ പോകും. ഓ ശരിയാ, കാര്യമായിട്ടൊക്കെ വല്ലതും കിട്ടിയാ മതിയായിരുന്നു. ആ ഡിസ്കൗണ്ട് പിരിവിന് എന്തെങ്കിലും ബാക്കി വെക്കണേ? ഒരു ചെറിയ പരസ്യം അത്രേ ഉള്ളൂ. എന്താടത്? എന്താടാ? വാ വാ. പറയടാ. അതെ, ജോൺസൺ സാർ ക്ലാസ് വിട്ടിട്ടില്ല. ആളിപ്പോ PG ക്ലാസ്സിലല്ലേ? അതല്ല, SFI സമരത്തിന് അയാൾക്കുള്ളത് ഈ ഉഴപ്പ്. AC ആണെങ്കിൽ കടയും ചക്കരയാണല്ലോ. ഇതെത്ര കാര്യം വെക്കണ്ട. അതല്ല ജീവ, ഇത് ഇടപെടേണ്ട കാര്യമാണ്. ഞാൻ ഇടപെട്ട കുളവും. They shall wander from sea to sea and from north to east. They shall run to and fro, seeking the word of the Lord. You shall seek those who contend with you absurdly and shall not find. സാറേ, ഒരു മിനിറ്റ്. ജീവനോ? അല്ല സാറേ, ഇന്നത്തെ സമരം ഇല്ല ജീവ, ക്ലാസ് എടുത്ത് കഴിയണ്ടേ, അല്ലാതെ എനിക്കിതൊരു രാഷ്ട്രീയം ഇല്ല. അതെനിക്കറിയാം. പക്ഷേ സഖാക്കള് ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഇവരൊക്കെ ഇവിടെ തന്നെ കാണുമല്ലോ. സാറ് പോയി ഒരു ചായ കുടിച്ചിട്ട് വാ. ശരി, എന്നാ പിന്നെ ഇന്ന് ഞങ്ങളുടെ സമരമാണ്. ക്ലാസ്സില്ല. എടോ, താനവിടെ ഇരിക്കുകയാണെ ഇരുന്നോളൂ. അപ്പൊ ലാൽ സലാം. ലാൽ സലാം. എടോ, നീ എന്തിനാ അവിടെ നിന്ന് ഓടിപ്പോന്നെ? പേടിച്ചിട്ടാണോ? പേടിച്ചിട്ടൊന്നുമല്ല, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അതിന് ഈ ലോകത്ത് നീ 10 പേരിൽ കൂടുതൽ ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ടോ? ഇങ്ങോട്ട് വാടോ. എന്നെയാണോ? രണ്ടാളും. എന്തൊക്കെയുണ്ട് പ്രിയ സഖാവേ?
ചേച്ചിയുടെ കല്യാണമൊക്കെ ഇതുവരെ ഫെബ്രുവരി 1 സഖാവ് വരില്ലേ? ജനുവരി 31 വൈകിട്ട് 5 മണിക്ക് ഞങ്ങൾ അവിടെ ഉണ്ടാകും. പോരെ? തന്റെ പേര് വേദ എന്നല്ലേ? ശ്രീവേദ. ശ്രീവേദ. ഇത് താൻ എഴുതിയതാണോ? ഇതെവിടെ നേട്ടി? സഖാവ് ഇത് മാത്രല്ല, ഇവള് ഒരുപാട് എഴുതാറുണ്ട്. പക്ഷെ ആർക്കും അങ്ങനെ വായിക്കാൻ കൊടുക്കാറില്ല. അങ്ങനെയൊന്നുമല്ല, കുറച്ച് എഴുതുന്നു മാത്രം. നല്ല കവിതയാണല്ലോടോ. ഇതെല്ലാരും വായിക്കട്ടെ അല്ലേ? ആ ലൂക്കോച്ചിന്റെ കൈ കൊടുക്കുക, മാഗസിന് വരും. അത് ഞാൻ ഏറ്റു. അയ്യോ, അതൊന്നും വേണ്ട. എടോ, നമ്മുടെ സൃഷ്ടികളോട് നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. അത് 4 വരിയാണെങ്കിലും. അതല്ല, ഇതത്ര നല്ലതല്ല. ഒന്ന് പോടോ. ഇത്ര സ്വാർത്ഥത പാടില്ല കേട്ടോ. എല്ലാവരും വായിച്ച് ആസ്വദിക്കട്ടെ. നന്നായിട്ടുണ്ടോ? സഖാവേ, ഇത് ഞാൻ കൊടുത്തിരിക്കും. അപ്പോ വേദ സഖാവേ, വീടെവിടാ? ഞാൻ ഹോസ്റ്റലിലാ. ഹോസ്റ്റലിൽ ഞാൻ പോട്ടെ, ഞാൻ റൂം കാണും. വേദ വളർന്നതൊരു ആശ്രമത്തിലാ. ആശ്രമോ? അപ്പോ വലുതാണോ? ഏയ്, അതൊരു പാവാ. പുസ്തകത്തിൽ നിന്ന് വായിച്ച ലോകവിവരം മാത്രമേ അവക്കുള്ളൂ. അല്ല സഖാവേ, അയാൾക്ക് ഈ സംഘടനാ ബോധമൊക്കെ ഉണ്ടോ? അതറിയില്ല. ഈ ലോകത്തെ എല്ലാവരോടും എല്ലാത്തിനോടും അവൾക്കിഷ്ടാ. അത് മതി. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അപ്പൊ കവിത ലൂക്കോച്ചിന്റെ കൊടുക്കാൻ മറക്കണ്ട. ലാൽ സലാം.